ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്ന മറ്റൊരു സംഭവം, ഒനിയിലും ഷാനവാസും കൂടി അക്ബറിനെതിരെ ഇരുന്ന് ഗെയിം കളിക്കുന്നു. നിനക്ക് വരാൻ ദിയാസനയൊക്കെ ഉള്ളൂ എന്ന് ആദിയോടും നൂറയോടും പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഷാനവാസ് എടുത്ത് പറയുന്നുണ്ട്. അവന് ഒരാളെ അങ്ങനെ കുത്തി നോക്കിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആ കുട്ടികൾ അവനെ അറവക്കത്തിയുമായിട്ട് താരതമ്യപ്പെടുത്തിയത്. അതിൽ മുളക് പൊടി തേച്ചിട്ടാണ് അവരെ കുത്തി ഇറക്കിയത്. അങ്ങനെ ആ രീതിയിലൊക്കെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഷാനവാസ് ഒനിയിലിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അക്ബർ തറയാണെന്ന് ഒനിയിൽ പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ, ലൈവില് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഇന്നലെയും നമ്മളിത് പറഞ്ഞിരുന്നു. ഷാനവാസും ഒനിയിലും ഒക്കെ കൂടി ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ എപ്പോഴും അക്ബറാണ് കുറ്റക്കാരൻ. ഏറ്റവും വലിയ മോശക്കാരൻ അക്ബറാണ്. അതേസമയം ഷാനവാസ്, അക്ബർ, ഒനിയിലൊക്കെ കൂടി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പറ്റിയും കുറ്റം പറയും. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. പിന്നെ ആര്യനും അനീഷും ഒക്കെയാണ് കുറ്റക്കാര്. അപ്പോ ഇവരെ പറ്റിയൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞ ആളുകളാണ്. അക്ബർ ഇല്ലാത്തപ്പോ അക്ബറിനെ പറ്റി ഇരുന്ന് കുറ്റം പറയുന്നു. ഇതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ, ഒരു രീതിയിൽ യോജിക്കാനായിട്ട് പറ്റില്ല. ഇത് ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ കൂടി ഷാനവാസ് സ്വന്തം ഗെയിം കൊണ്ട് നശിപ്പിക്കുവാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഷാനവാസിന് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയാൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൂടെ? ഇപ്പൊ ഒറ്റ സുഹൃത്ത് ആരുടെയും കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അനീഷ് ആരുടെ തന്നെയും കുറ്റം അവിടെ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് അനീഷിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യമാണ്. ആരുടെയും കുറ്റം പറയുന്നതായിട്ടോ അല്ലെങ്കിൽ കള്ളം പറയുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. തെറി പറയുന്നതായിട്ടും കണ്ടിട്ടില്ല. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ഓഡിയൻസ് ഗെയിം തന്നെയാണ്. ഒനിയിൽ അവിടെ ഈ ആഴ്ച എന്തായാലും പുറത്താവാനിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഷാനവാസ് ആണ് ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ പങ്കെടുത്ത് സ്വന്തം ഗെയിം കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ബറിനെതിരെ എന്തെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിൽ അക്ബറിന്റെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് നിന്ന് ഗെയിം കളിക്കണം. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഷാനവാസ് ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടി എണീറ്റ് എന്ന് ഷാനവാസ് സംസാരിക്കണം. ഇക്ക എന്ന നിലയ്ക്ക് അക്ബറിന്റെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ മാറിയിരുന്ന് ഈ രാത്രി അന്ത്യസംഭാഷണം നടത്തിയിട്ട് കാര്യമില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 ദിവസം അടുക്കാനായിട്ട് ഇനി 5 ആഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പൊ ഷാനവാസ് ഇങ്ങനെ മാറിയിരുന്നുള്ള ഈ കളിയാണെങ്കിൽ മിക്കവാറും 100 ദിവസം തികക്കില്ല എന്നുള്ള ഒരു കാര്യമാണ്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.